അതെ, ഒന്നിങ്ങ് വന്നേ. തന്നെ മാടി വിളിക്കുന്ന സീനിയേഴ്സിൻ്റെ അടുത്തേക്ക് അവൾ പതിയെ ചുവട് വെച്ചു. ആദ്യമായി കോളേജ് ഗ്രൗണ്ടിൽ കാലുകുത്തിയതും തന്നെ തേടിയെത്തിയത് റാഗിംഗ് ആണല്ലോ എന്ന് ഓർത്തവൾ സ്വയം തലക്കടിച്ച് മുന്നോട്ട് നടന്നു. നിനക്കെന്താടി ഇങ്ങോട്ട് വരാനൊരു പ്രയാസം? ഒന്ന് അണങ്ങി നടന്നൂടി ഇങ്ങോട്ട്. പതിയെ നടന്നു വരുന്നവളെ കാണെ സീനിയേഴ്സിലൊരുത്തൻ പറഞ്ഞത് കേട്ട് അവൾ വേഗം നടന്ന് അവർക്ക് മുമ്പിലേക്ക് നിന്നു. നിന്റെ പേരെന്താടി? അവന്മാർ അവളെ അടിമുടി നോക്കി ചോദിച്ചത് കേൾക്കെ അവളൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു അവരെ നോക്കി. ഐറ. എന്തോന്ന്, കയറോ? തല താഴ്ത്തി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞവളെ കാണെ അവർ 4 പേരും കളിയാക്കി ചിരിച്ചു. ഒന്ന് ശബ്ദം ഉയർത്തി പറ മോളെ, എന്തോന്നാ നിന്റെ പേരെന്ന്? ആയിഷ ഐറ. അതിലൊരുത്തൻ കനപ്പിച്ച് പറഞ്ഞതും അവൾ കുറച്ചും കൂടി ശബ്ദം ഉയർത്തി പറഞ്ഞു. ഐറ കുറച്ച് മോഡേൺ ആണെന്ന് തോന്നുന്നു. എന്തായാലും നാളെ വരുമ്പോൾ മോൾ ഈ ഷോർട്ട് ടോപ്പും ജീനും ഒഴിവാക്കി ഒരു ചുരിദാർ ഇട്ട് വരേണ്ടി. സോറി ബ്രോ, എനിക്ക് കംഫർട്ടായ ഡ്രസ്സ് മാത്രമേ ഞാൻ ധരിക്കൂ. മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ മാറ്റം വരുത്താറില്ല. അത്രയും കടുപ്പിച്ച് പറഞ്ഞവൾ അവിടുന്ന് നടന്നകുന്നതും ആ 4 പേരും ഒന്ന് മുഖാമുഖം നോക്കി. ഡാക്കു, ഇവളൊരു ജഗജില്ലാടിയാണെന്ന് തോന്നുന്നു. സീനിയേഴ്സായ നമ്മളോട് എത്ര കൂളായിട്ടാണ് ഡയലോഗ് അടിച്ചു പോയത്. കെവി തൻ്റെ അടുത്തിരിക്കുന്ന അക്കുവിനെ നോക്കി. എടാ, നമ്മുടെയൊക്കെ അന്നത്തെ അവസ്ഥ നീ ഓർക്കുന്നുണ്ടോ? പാച്ചു പൊട്ടിച്ചിരിച്ച് ചോദിച്ചതും അവരെല്ലാം ഒന്ന് നിശ്വസിച്ചു. എൻ്റെ പൊന്നെ, ഓർമ്മിപ്പിക്കലടാ കോപ്പി അന്നത്തെ അവസ്ഥ. എന്തൊക്കെയായിരുന്നു. അവർ പറയുന്ന വേഷത്തിൽ വരണം, മുടി അങ്ങനെ വെട്ടണം, ഇങ്ങനെ വെട്ടണം, മീശ പഠിക്കണം, അവരെ ബഹുമാനിക്കണം, എക്സെട്ര. ഡാർക്കായിരുന്നു. റാമി ഓരോന്ന് ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഒന്ന് നിശ്വസിച്ചു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജൂനിയേഴ്സിന് ഇവിടെ സ്വർഗമാണ്, സ്വർഗം. പാച്ചു മൂക്ക് ചീറ്റി. വെറും സങ്കടം. താൻ അനുഭവിച്ചതിൻ്റെ അത്ര തൻ്റെ ജൂനിയേഴ്സ് അനുഭവിക്കുന്നില്ല എന്ന സങ്കടം മാത്രമേ അവരിൽ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ. ഡാക്കു, നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല മോനെ, നിങ്ങൾ വാ, നമുക്ക് ഷാസിനെ പോയി നോക്കാം. അത്രയും പറഞ്ഞ് അക്കു മുന്നോട്ട് നടന്നതും അവരും പിറകെ വിട്ടു. എങ്ങനെയൊക്കെയോ ക്ലാസ് കണ്ടുപിടിച്ചവൾ തൻ്റെ ക്ലാസ്സിലേക്ക് കയറി. ലാസ്റ്റ് ബെഞ്ചിൽ 2 പേർ ഇരിക്കുന്നത് കാണെ അവളും അവിടെ ചെന്നിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഒരു സാറ് ക്ലാസ്സിലേക്ക് കയറി വന്നു. കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം കലിപ്പുള്ള ആളാണെന്ന്. ഹായ് സ്റ്റുഡൻസ്, ഐ ആം മുഹമ്മദ് അർഷാദ്. ഞാൻ നിങ്ങളുടെ ക്ലാസ് മെൻറ്ററാണ് എന്ന് തുടങ്ങി അങ്ങേര് പ്രസംഗിക്കാൻ തുടങ്ങിയതും ഐറ കോട്ടുവായിട്ട് ക്ലാസ് മൊത്തമായൊന്ന് വീക്ഷിച്ചു. ഫസ്റ്റ് ഡേ തന്നെ ആയതുകൊണ്ടാവാം ബോയ്സ് എല്ലാം സാറിനെ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. ഗേൾസും അങ്ങനെ തന്നെയാണേലും സാർ ഒരു യങ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ വായി നോക്കുവാണ് ഗേൾസ് ടീം. മേ ഐ കമിൻ സാർ? കേട്ട് പരിചയമുള്ള ശബ്ദം കേൾക്കെ എല്ലാവരുടെയും കണ്ണു പോയ പോലെ ഐറയുടെ കണ്ണും ഡോറിനരികിലേക്ക് നീണ്ടു. ഇളിയോടെ നിൽക്കുന്ന റിനുവിനെ കാണെ സാർ അവളെ അടിമുടിയെ നോക്കി. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റാണല്ലോ മോളെ, എന്ത് പറ്റി? അത് പിന്നെ സാറേ, നാട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് വന്ന് എല്ലാം സെറ്റാക്കി വന്നപ്പോഴേക്കും ടൈം പോയത് അറിഞ്ഞില്ല. റിനു അയാളെ നോക്കി വിളിച്ചു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, ഇനി ആവർത്തിക്കരുത്. സാറാണേ സത്യം, ഇനി ഒരിക്കലും റിനു നേരം വൈകി ക്ലാസ്സിൽ കയറൂല. ഇളി കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞവളെ കാണാൻ ഐറ സാറിനെ ദയനീയമായി നോക്കി. കാരണം അവൾ നേരത്തെയോ കറക്റ്റിനോ ക്ലാസ്സിൽ കയറണേ കാക്ക മലർന്നു പറക്കണം. അതായത് രമണ ആൻഡ് രമണീസ്. അവൾ ഒരു കാലത്തും നേരത്തെ ക്ലാസ്സിൽ കയറില്ലെന്ന് സാരം. ഈ കയറിയിരിക്ക്. സാറിൻ്റെ പെർമിഷൻ കിട്ടിയതും റിനു ഐറക്കടുത്തേക്ക് ഓടി.